കുട്ടികളുടെ ദന്താരോഗ്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് അവരുടെ കുട്ടികൾക്ക് ഒരു റൂട്ടീനായിട്ട് ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു വേദന വന്നാലോ അല്ലെങ്കിൽ പഴുപ്പ് വന്നാലോ മാത്രമാണ് ഡെൻറ്റിസ്റ്റിനെ കാണിക്കാറുള്ളത്. മിക്ക ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് പോകുന്ന പോലല്ലേ, അല്ലെങ്കിൽ കുറച്ച് നാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, തൽക്കാലം ഒരു മെയിൻ ക്ലിയറോ ആൻറ്റിബയോട്ടിക്കോ കൊടുത്താൽ മതി. അങ്ങനെയല്ല. ഓരോ പ്രായത്തിനും ഓരോ പല്ലിനും ഓരോ പ്രായമുണ്ട്. ആ പ്രായത്തിലേ ആ പല്ല് പോകാൻ പാടുള്ളൂ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു പാൽപ്പല്ല് വരുന്നത് 6 മാസമാകുമ്പോഴാണ്. സോ ഫസ്റ്റ് ഡെൻ്റൽ ചെക്കപ്പ് എപ്പോഴും 6 മാസത്തിന് വേണ്ടതാണ്. 6 മാസത്തിൽ ആദ്യമായിട്ട് കുഞ്ഞിനെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച്, കഴിയുന്നതെങ്കിൽ ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അവർ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ കുട്ടിയുടെ പല്ലിനെയും മോണയും എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്ന് പറഞ്ഞു തരുന്നതാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും ബ്രഷ് ഫീഡിങ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ്, കഴിയുന്നതും ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കേണ്ടതാണ്. ഇൻ കേസ് ബോട്ടിൽ ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ പല്ലുകൾ ഒരു പഞ്ഞി വെച്ചോ ഒരു ഗോസ് വെച്ചോ അത് വൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ പാലിൻ്റെ അംശം വായിലിരുന്നാൽ ബാക്ടീരിയൽ ആക്ഷൻ വഴി കുഞ്ഞിന് ആ പല്ല് കേടാവാനും നേരത്തെ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. സോ കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫിംഗർ ബ്രഷസ്, അതായത് വിരലിൽ പാരൻസിന്, അച്ഛനോക്കോ അമ്മയ്ക്കോ അവരുടെ വിരലിലിട്ട് കുഞ്ഞുങ്ങളുടെ മോണയും ചെറിയ പാൽപ്പല്ലുകളും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഫിംഗർ ബ്രഷസ് അവൈലബിൾ ആണ്. ബാക്കി ഒരു 2 വയസ്സ് കഴിയുമ്പോൾ നോർമൽ പീഡിയാട്രിക് ബ്രഷസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ബ്രഷസ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് മാത്രമല്ല, പേസ്റ്റ് ആണെങ്കിലും കുട്ടികൾക്ക് നമ്മുടെ പേസ്റ്റ് അല്ല കൊടുക്കേണ്ടത്, അവർക്ക് പീഡിയാട്രിക് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ടേസ്റ്റ്, അതിൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് അതൊക്കെ മാറ്റമാണ്. വലിയ ആൾക്കാരുടെ പേസ്റ്റ് കമ്പയർ ചെയ്യുമ്പം കുട്ടികൾക്ക് ചില ആൻറ്റി കേരീസ് ആക്ടിവിറ്റിയുള്ള മിനറൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേസ്റ്റാണ്, പീഡിയാട്രിക് പേസ്റ്റസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ പേസ്റ്റും ബ്രഷും അവരവരുടെ പ്രായത്തിനനുസരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റൂട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ്, ഒരു 6 മാസം കൂടുമ്പോൾ ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ ചെറിയ കേടുകൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കേടാൻ ചാൻസ് ഉള്ള പല്ലുകൾക്ക് നമുക്ക് കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൊടുക്കാനും അടച്ചു കൊടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. സോ ഇൻ കേസ് ഒരു കുഞ്ഞിന് ഒരു പല്ലിന് കേട് വന്ന ഇൻഫെക്ഷൻ വന്നാലും എടുത്തു കളയാതെ അത് ട്രീറ്റ് ചെയ്ത് കുട്ടികളുടെ റൂട്ട് കനാൽ, അതായത് പൾപെക്ടമി ചെയ്ത് ആ പല്ലിൻ്റെ ഇൻഫെക്ഷൻ എടുത്തു കളഞ്ഞ് ആ പല്ലിനെ നമ്മൾ പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഓരോ പാൽപ്പല്ലും പെർമനൻറ്റ് പല്ലിൻ്റെ വഴികാട്ടിയാണ്. അതായത് ഓരോ പാൽപ്പല്ലിനും ഓരോ സമയമുണ്ട് അത് പോവാനുള്ളത്. നേരത്തെ എടുത്തു കളഞ്ഞാൽ പല്ലിൻ്റെ പെർമനൻറ്റ് പല്ല് വരുന്നതിൻ്റെ ക്രമീകരണം, സ്ഥലം മാറി കോന്ത്രം പല്ല് വരാനും അല്ലെങ്കിൽ മാൽ പൊസിഷൻ ആവാനും കുട്ടികളുടെ ഡൈജഷനെയും അത് ബാധിക്കും, കുട്ടികളുടെ വായുടെ ഹെൽത്തിനെ അത് ബാധിക്കും. പിന്നെ ഭാവിയിൽ കമ്പിടേണ്ട ആവശ്യമുണ്ട്. അപ്പം കഴിയുന്നതും നമ്മുടെ പാൽപ്പല്ല് പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ അല്ലെ പൾപെക്ടമി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി പാൽപ്പല്ലിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് പാൽപ്പല്ല് പെർമനൻറ്റ് പല്ലിൻ്റെ വഴികാട്ടിയാണ്. കുട്ടികൾക്ക് സംസാരം, ഫൊണറ്റിക്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് ചവയ്ക്കാൻ, ഡൈജഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് ദ മിൽക്ക് ടൂത്ത്. ഇൻ കേസ് അത്രയും മോശാവസ്ഥയാണ് അല്ലെങ്കിൽ തീരെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പല്ല് എടുത്തു കളഞ്ഞ് അവിടെ സ്പേസ് മെയിൻറ്റനർ എന്ന് പറഞ്ഞ് ചില അപ്ലയൻസ് കൊടുത്ത് പെർമനൻറ്റ് പല്ലിനെ വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അവർ കറക്റ്റായിട്ട് അത് എക്സ്റേ എടുത്ത് നോക്കി അത് സേവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പാൽപ്പല്ല് എടുത്ത് കളയണോ, ഇൻ കേസ് എടുത്ത് കളഞ്ഞാൽ അവിടെ എങ്ങനെ അപ്ലയൻസ് വെക്കണമെന്നൊക്കെ തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ചാൽ മതി. പിന്നെ ഒരു സംശയമുള്ളത്, കുട്ടികൾ കമ്പി ഇടുന്നത് എല്ലാ പല്ലും പോയി ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ ഇട്ടാൽ പോരെ കമ്പി, നേരത്തെ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള തെറ്റിദ്ധാരണ മാതാപിതാക്കൾക്കുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓർത്തോ ഇവാലുവേഷൻ, പല്ല് കമ്പി ഇടണോ വേണ്ടയോ, അല്ലെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാണോ, ഇത് കറക്റ്റായിട്ടാണോ പോകുന്നത്, എല്ലിൻ്റെ വളർച്ച കറക്റ്റാണോ എന്നൊക്കെ ഒരു ഓർത്തോ ഇവാലുവേഷൻ ചെയ്യേണ്ടത് 8 വയസ്സിലാണ്. കുട്ടികൾക്ക് 8 വയസ്സാകുമ്പോൾ തൊട്ടടുത്ത ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് കുട്ടികളുടെ മോണ വളർച്ച കറക്റ്റാണോ, എല്ലിൻ്റെ വളർച്ച കറക്റ്റാണോ, അല്ലെ പല്ലിൻ്റെ വളർച്ച കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നേരത്തെ കാണിച്ചാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ നേരത്തെ മനസ്സിലാക്കി ഒരു വേഴ്സ സ്റ്റേജിലേക്ക് പോവാതിരിക്കാനും കമ്പി ഇടാതെ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. സോ പ്യൂബേർട്ടിക്ക് മുമ്പ്, അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ പീരീഡ്സ് ആവുന്ന പ്രായം, ആൺകുട്ടികൾക്കാണെങ്കിൽ മീശ മുളയ്ക്കുന്ന പ്രായം, അത് മുമ്പേ കാണിച്ച് എല്ലിൻ്റെ വളർച്ച നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കമ്പിയിട്ട് കറക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം കുട്ടികളാകുമ്പം ഓടിക്കളിക്കുമ്പോൾ ചിലപ്പം നിലത്ത് തട്ടി പല്ല് പൊട്ടാനും ഇളകി പോവാനും
ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഴ്ചയുണ്ടായാൽ നിങ്ങൾ പാനിക് ആവാതെ പെട്ടെന്ന് തന്നെ ആ പല്ലിൻ്റെ ആ ഏരിയയിലുള്ള ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് ബ്ലഡ് വരുന്നത് അറസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ആയി കൊണ്ടുപോയിട്ട് പല്ലിലല്ല ഹെഡ് ഇഞ്ചറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ആ പൊട്ടിയ പല്ലുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പം എത്ര മാത്രമാണ് അതിൻ്റെ പൊട്ടൽ, അതായത് എത്ര മാത്രമാണ് പല്ല് പൊട്ടിയത്, ക്രാക്ക് ഉള്ളതെന്നൊക്കെ ഒരു ഡെൻറ്റിസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം പാനിക് ആവാതെ കറക്റ്റ് ചെയ്യേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക, അവരുടെ എമർജൻസി സിറ്റുവേഷൻ കവറപ്പ് ചെയ്ത ശേഷം ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. ഇൻ കേസ് പല്ല് എവൽഷൻ, അതായത് പല്ല് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ല് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ല് ആ എല്ലിൻ്റെ കുഴിയിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആ പല്ല് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് കൊണ്ടുവന്നിട്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. കാരണം പല്ലിന് ചുറ്റുമുള്ള ഒരു ഫൈബേഴ്സ് ഉണ്ട്, പെരിഡോണ്ടൽ ഫൈബേഴ്സ്. അത് ആ ഫൈബേഴ്സാണ് പല്ലിനെ എല്ലിലേക്ക് കണക്ട് ചെയ്യുന്നത്. അത് ഡ്രൈ ആവാതെ പാലിലിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ആ പല്ലിനെ തിരിച്ച് നമ്മുടെ എല്ലിലേക്ക് വെച്ച് ടൈ ചെയ്ത്, അതായത് കെട്ടിവെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ടീനേജൊക്കെ ആകുമ്പോൾ നമ്മുടെ വായിൽ ഒരു 18 മുതൽ 26 വയസ്സ് വരെയാണ് നമ്മുടെ വായിൽ വിസ്ഡം ടൂത്ത് വെച്ചാൽ തേർഡ് മോളാസ്. നമ്മളെല്ലാവർക്കും 32 പല്ലാണുള്ളത്. അതായത് ഒരു സൈഡിൽ 8 വെച്ച് 8, 4, 32. ഈ 32 പല്ലുകളിൽ ഏറ്റവും എല്ലാ കോർണേഴ്സിലുള്ള പല്ലിനാണ് നമ്മൾ തേർഡ് മോളാസ് അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. ഈ വിസ്ഡം ടൂത്ത് വായിലേക്ക് വരുന്ന പ്രായം ഏകദേശം ഒരു 17-18 വയസ്സിലാണ്. 17 മുതൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിസ്ഡം ടൂത്ത് വരുമ്പം അതിൻ്റെ അലൈൻമെൻറ്റ്, ആ പല്ല് കറക്റ്റ് പൊസിഷനിലാണോ വരുന്നത്, അത് കറക്റ്റായിട്ട് ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഹെൽത്തി ആയിട്ടാണോ വരുന്നത്, അല്ലെ പൂർണ്ണമായിട്ട് പുറത്തോട്ടാണോ വരുന്നത്, അല്ലെ തൊട്ടടുത്ത പല്ലിനെ പുഷ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ പല്ല് പൂർണ്ണമായി പുറത്തോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എപ്പോഴും മോണരോഗം, അവിടെ എപ്പോഴും ഭക്ഷണം കയറിയിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ പല്ലിനെ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എപ്പോഴും വേദനയുണ്ടാവുക, ഇങ്ങനെയൊക്കെ ഡിസ്കംഫേർട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും നല്ലത് ആ പല്ല് എടുത്ത് കളയുന്നതായിരിക്കും. ഈ അഡ്വാൻസ്ഡ് ആയ കാലത്ത് കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ന്യൂവർ ടെക്നോളജി, പല മെത്തേഡുകളുണ്ട്. അതായത് നീഡിൽലെസ് ഇഞ്ചെക്ഷൻ, നീഡിലില്ലാത്ത ഇഞ്ചെക്ഷൻ, പിന്നെ പെയിൻലെസ് ഇഞ്ചെക്ഷൻ, പിന്നെ കോൺഷ്യസ് സെഡേഷൻ, അതായത് കുറച്ച് അപ്രിഹെൻസീവായ കുട്ടികൾക്ക് നമ്മൾ നൈട്രസ് ഓക്സൈഡ് കൊടുത്ത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്.